ഹായ് ഹലോ നമസ്കാരം. നിലമ്പൂർ പൂക്കോട്ടുംപാടത്തുള്ള ഒളാറുവട്ടം എന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെയാണ് പ്രശസ്തമായിട്ടുള്ള ആ ഒരു TK കോളനി എന്നുള്ള ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനും സുഹൃത്തുക്കളായിട്ടുള്ള അമീറും പിന്നെ അതുപോലെ തന്നെ ഷാക്കിറും ഞങ്ങൾ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് കാണാം. ഒളാറുവട്ടം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ ഒരു ഓഫീസാണ്. അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാലാണ് ഒരു ഇടതുവശത്തേക്ക് ചെറിയൊരു റോഡുണ്ട്. അത് വാഹനങ്ങളൊന്നും പോകില്ല, നടന്നു വേണം പോകാൻ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ റോഡ്, താഴേക്കുള്ള റോഡാണ്. ഇവിടെ ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നടന്നു വേണം പോകാൻ, കാരണം ബൈക്ക് പോകും, അല്ലാത്ത വാഹനങ്ങളൊന്നും പോകില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് തന്നെ ഇതുപോലെ തന്നെ ഒരു നീർച്ചാലാണ്, വെള്ളം ഒഴുകി പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് TK കോളനി. ഞങ്ങൾ പോയ സമയത്ത് അധികം ആളുകളൊന്നുമില്ല. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഫോഴ്സ് മഴ ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ അപകടം പതുങ്ങിയിരിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കാരണം ഈ അടുത്ത് ഇവിടെ ഒരു പ്രവാസി യുവാവ് മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന ഒരു നീർച്ചാലിലാണ് ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങിയത്. ഈ ഇൻസ്റ്റാഗ്രാമിലെ വൈറൽ റീൽസുകളിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണത്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്, പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല തണുത്ത വെള്ളമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കല്ലുകൾക്കൊക്കെ പ്രത്യേകത, കാരണം വെള്ളത്തിൻ്റെ ഒഴുക്ക് മൂലം ഉണ്ടായതായിരിക്കാം, നല്ല ഉരുളൻ കല്ലുകളാണ് ഇവിടെ. നമ്മുടെ അക്വേറിയങ്ങളിലും അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റോണൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് വീട്ടിലെ മുറ്റത്തൊക്കെ, അത്തരത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കല്ലാണ്. പക്ഷെ അത് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ അമീറും ഷാക്കിറും ഫസ്റ്റ് ഇറങ്ങി. ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉള്ള ഇതായതുകൊണ്ട് ഞാൻ ഫോൺ പിടിച്ച് കുറച്ച് നേരം നടന്നു. പിന്നെ അവർ ഫസ്റ്റ് ഇറങ്ങി. ഈ ഒരു റീൽസിലൊക്കെ ഈ ഒരു സ്ഥലം അത്യാവശ്യം വെള്ളം ഫോഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നിറഞ്ഞു ഒഴുകുന്ന മഴ സമയമായതുകൊണ്ട്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ഇതിൽ അത്രത്തോളം ഒഴുക്കൊന്നുമില്ല. അപ്പം അങ്ങനെ ജസ്റ്റ് നമ്മൾ ഇരുന്നിട്ട് ചെറുതായിട്ടൊന്ന് കൈവച്ച് കൊടുക്കണം, എന്നാലേ അത് നീങ്ങുള്ളൂ. പക്ഷെ റീൽസിലൊക്കെ ജസ്റ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല മൂവിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് പിന്നീട് പോയി. അന്നായിരുന്നു മലപ്പുറം FC-യുടെയും കോഴിക്കോടിൻ്റെയും കളി. ഭയങ്കര ജനത്തിരക്കായിരുന്നു കളി കാണാൻ. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു മഞ്ചേരി പയ്യനാടിലെ സ്റ്റേജിൽ അല്ലെങ്കിൽ മലപ്പുറം FC-ൻ്റെ കളിക്ക് പോകുന്നത്. അപ്പോൾ ജനക്കൂട്ടം കണ്ട് ഭയങ്കര ത്രില്ലായി, കാരണം അത്ര ആളുകളായിരുന്നു, ഒരുപാട് ആളുകൾ. മലപ്പുറത്തിൻ്റെ ഫാൻസായിരുന്നു കൂടുതൽ. പക്ഷെങ്കിൽ നിർഭാഗ്യവശാൽ മലപ്പുറം തോറ്റു, 3 ഗോളിന് തോറ്റു. അങ്ങനെ ഇത്ര ആയിരുന്നു ഞങ്ങൾ ഈ ഒരു ദിവസത്തെ യാത്രയിൽ കണ്ടത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി.